ഉപദേഷ്ടാക്കന്മാരാകരുത്. തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരം മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നതല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാടിനെ കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത അതിന് 8ാമത്തെ നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവ് പിതാവുമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാവിനെ കുറിച്ച് പറ. നാവ്, നമ്മുടെ നാക്ക്, നാക്ക് പറ. നാക്ക്, നാക്ക്, നാക്ക്. നമുക്കെല്ലാവർക്കും നാക്കുണ്ടല്ലേ? ഈ ദൈവത്തിന്റെ വചനം പറയുന്നത് നാവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പറ, നാവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ദൈവത്തിന്റെ വചനം പറയുന്നു, അതിൽ നാവിന്റെ മേൽ എന്തുണ്ട്? മരണവിഷം ഇരിപ്പുണ്ട്. നാവിന്റെ മേൽ എന്തുണ്ട്? മരണകരമായ വിഷം അതിന്റെ മേൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു കുതിരയെ അതിനെ കടിഞ്ഞാൻ കൊണ്ട് എന്ത് ചെയ്യും? നിയന്ത്രിക്കാൻ പറ്റും അല്ലെ? ഒരു കുതിരയെ അതിന്റെ കടിഞ്ഞാണ് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. വലിയ കപ്പലിനെ ചെറിയ നങ്കൂരം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഈ മനുഷ്യന്റെ നാവിനെ നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടോ? ഇത് പകരക്ക് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം, മനസ്സിലാക്കണം. നമ്മുടെ നാവിന്റെ പ്രശ്നം എന്താണ്? മരണകരമായ വിഷം. പറ, മരണകരമായ വിഷം അതിൽ നിറഞ്ഞിരിപ്പുണ്ട്. ഈ നാവിന് നിയന്ത്രിക്കുവാൻ ആരെക്കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഒരു വലിയ കുതിരയെ നിയന്ത്രിക്കുന്നത് അതിന്റെ കടിഞ്ഞാൻ കൊണ്ടാണ്. അതേപോലെ വലിയ കപ്പലിനെ എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റും. അതിന്റെ ആങ്കർ കൊണ്ട്, അതിന്റെ ആങ്കർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നിയന്ത്രിക്കാൻ പറ്റും. നങ്കൂരം കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ നാവിനെയോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ നാവ് ചെറിയ അവയവമെങ്കിലും വലിയ കാടിനെ കത്തിക്കും പോലത്തെ തീയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവ് ചെറിയ അവയവമെങ്കിലും വലിയ കാടിനെ കത്തിക്കാനുള്ള ശക്തി നാവിനുണ്ട്. ഹല്ലേലൂയ. ഒരു ചെറിയ തീ കൊണ്ടാണ് വലിയ കാട് മുഴുവൻ എന്ത് ചെയ്യുന്നത്? കത്തുന്നത്. ഹല്ലേലൂയ. അതേപോലെ ഈ നാവിന് ഈ വലിയ കാടിനെ കത്തിക്കാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ നാവിന്റെ മേൽ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് ചലിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണം. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അത്ഭുതങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണം. ഈ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. നമ്മുടെ നാവിനെ കുറിച്ച് ദൈവം എന്താ പറയുന്നത്? ഇതില് മരണവിഷം. പറ, മരണവിഷം നിറഞ്ഞിരിപ്പുണ്ട്. പറ, മരണവിഷം. നാവിനെയോ മനുഷ്യർക്കാർക്കും മെതിക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ഹല്ലേലൂയ. പറ, നാവിനെ ആർക്കും അടക്കാൻ പറ്റാത്തത്, അത് മരണകരമായ വിഷം നിറഞ്ഞത്. ഹല്ലേലൂയ. കുറഞ്ഞ തീ
എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. ഹല്ലേലൂയ. ഒരു തീപ്പെട്ടി തിരി ഒരു കാറ്റിൽ കൊണ്ട് അടിച്ചിട്ട് കൊടുത്താൽ അത് കിലോമീറ്ററുകൾ എന്ത് ചെയ്യും? ഇന്ന് കാറ്റ് എവിടേക്ക് അടിച്ചു പോകുന്നോ ആ ഏരിയകൾ മുഴുവൻ എന്ത് ചെയ്യും? ഈ കാട് കത്തി 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 വെക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇതേപോലെയാണ് നമ്മുടെ നാവും. ചെറിയ ഒരു അവയവമെങ്കിലും വലിയ കാടിനെ കത്തിക്കാനുള്ള ശേഷിയുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ മേൽ വലിയ മരണകരമായ വിഷം നിറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ നാവിനെ ദൈവം പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാവ് ഇതാണ്, മനസ്സിലായത്? ഒന്നുകൂടെ പറയാം. നാവ് മരണകരമായ വിഷം നിറഞ്ഞത്. ഇതിന് മെതുക്കാൻ ആരെക്കൊണ്ട് പറ്റത്തില്ല. ഇത് വലിയ ഒരു കാടിനെ കത്തിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് ഇത് ഭയങ്കര വമ്പ് പറയുന്നു. വമ്പ് പറയുന്നു. നമ്മുടെ നാവിന്റെ പ്രശ്നം എന്താണ്? വമ്പ് പറയുന്ന നാവാണ്, വഴക്ക് കൂടുന്ന നാവാണ്, തെറി വിളിക്കുന്ന നാവാണ്. എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറയുന്നത് ഈ നാവ് കൊണ്ടാണ്. ഹല്ലേലൂയ. അല്ലെ, നമ്മുടെ ചുറ്റുപാട് വഴക്ക് കൂടുന്നത് ഈ നാവ് കൊണ്ടാണ്. ഈ നാവ് ഉള്ളത് കൊണ്ടാണ് വഴക്ക് കൂടുന്നത്. ഈ നാവ് ഉള്ളത് കൊണ്ടാണ് തെറി വിളിക്കുന്നത്. ഈ നാവാണ് സകലത്തിന് പ്രശ്നം. നമ്മുടെ നാക്കാണ് സകലത്തിന് ദോഷത്തിന് കാരണം, നമ്മുടെ ജീവ തകർച്ചയ്ക്ക് കാരണം ഈ നാവാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ നാവിനെ ഇന്ന് പകൽക്കാലം മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ നാവിന്റെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ നാവിന്റെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ നാവിന്റെ മേൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ നാവിന്റെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ നാവിന്റെ മേൽ ആ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. എത്ര വിഷം നിറഞ്ഞ നാവായാലും ദൈവം നിങ്ങളുടെ നാവിനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നാവ് മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വചനം കൂടി വായിക്കാമോ? യിരെമ്യാ പ്രവചനം എടുക്കാമോ? യിരെമ്യാ പ്രവചനം 15:19 എടുക്കാമോ? യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 19-ാം വചനം എടുത്തോരാ ബാക്കി. യിരെമ്യാ 15:19. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 19-ാം വചനം. അധമമായതൊഴിച്ച് ഉത്തമം പ്രസ്താവിച്ച നീ എന്റെ വായ് പോലെയാകും. അവർ നിന്റെ വശം തിരിയും, നീ അവരുടെ വശം തിരികെയില്ല. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി. ഹല്ലേലൂയ. മതി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ഇന്ന് പകൽക്കാലം മടങ്ങി വന്നാൽ നിന്റെ വായിൽ നിന്ന് അധമമായത് ഒഴിച്ച് ഉത്തമമായത് നീ പ്രസ്താവിച്ചാൽ നിന്റെ വായെ ഞാൻ എന്റെ വായാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞത് വചനം പറയുന്നത് പോലെ നമ്മുടെ നാവിന്റെ അകത്ത് മരണകരമായ വിഷം കൊണ്ട് നിറഞ്ഞതാണ്. വളരെയേറെ പ്രശ്നം ഉണ്ടാക്കുന്ന നാവാണ്. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ മടങ്ങി വന്നാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ ഈ നാവിനെ ദൈവം തിരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എന്റെ പാദങ്ങളിൽ മുട്ടുമടക്കിയാൽ നിന്റെ വായെ നിന്റെ നാവിനെ ഞാൻ എന്റെ നാവാക്കി മാറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തോടെ ഇരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തോടെ ഇറങ്ങി ഇരിപ്പുണ്ട്. നിങ്ങളുടെ നാവിനെ ആരോ പറയാണ്, എന്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഞാൻ വഴക്ക് കൂടെ പോകുന്നു, വഴക്ക് കൂടെ കൂടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ കരുത്തിൽ കൊടുത്താൽ നിങ്ങളുടെ നാവിനെ മാറ്റാൻ ദൈവത്തെ കൊണ്ട് പറ്റും. മനസ്സിലാകുന്നു?
നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ കേട്ടു. നിങ്ങളുടെ നാവിൽ മരണകരമായ വിഷം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ നാവ് വമ്പ് പറയുന്നു, നിങ്ങളുടെ നാവ് ചീത്ത പറയുന്നു, വഴക്കുണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു കുതിരയെ ഒതുക്കാൻ പോലും അതിന് ഒരു കടിഞ്ഞാണം കൊണ്ട് കുതിരയെ ഒതുക്കാം. വലിയ കപ്പനെ പോലും ചെറിയ നങ്കൂരം കൊണ്ട് കപ്പനെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യന്റെ നാവിനെ നിയന്ത്രിക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള നാവിനെ നിയന്ത്രിക്കാൻ എന്റെ ദൈവത്തെ കൊണ്ട് പറ്റും. ഹല്ലേലൂയ. അങ്ങനെയുള്ള നിങ്ങളുടെ നാവുകളെ നിയന്ത്രിപ്പാൻ എന്റെ ദൈവത്തെ കൊണ്ട് പറ്റും. അങ്ങനെയുള്ള നിങ്ങളുടെ നാവുകളെ നിയന്ത്രിപ്പാൻ എന്റെ ദൈവത്തെ കൊണ്ട് പറ്റും. എത്ര പ്രശ്നം ഉണ്ടാക്കുന്ന നാവ്, എത്ര വഴക്കുള്ള നാവായാലും ശരി തന്നെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ കരുത്തിൽ കൊടുത്താൽ ഈ ദൈവം നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ നാവായിട്ട് മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് എന്നെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടോണ്ടവേ, നിങ്ങളുടെ നാവിൽ എത്ര മരണവിഷം നിറഞ്ഞിരുന്നാലും ആ ദൈവം നിങ്ങളുടെ നാവിനെ തൊട്ടാൽ, ദൈവം നിങ്ങളുടെ നാവിനെ തൊട്ടാൽ, ദൈവം നിങ്ങളുടെ നാവിനെ തൊട്ടാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരെ തീരും. ഹല്ലേലൂയ. നിങ്ങൾ ശുദ്ധിയുള്ളവരെ തീരും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായെ ഞാൻ എന്റെ വായാക്കി മാറ്റി. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, നിങ്ങളുടെ വായ വിഷം കൊണ്ട് നിറഞ്ഞതാണ്, മരണകരമായ വിഷം നിറഞ്ഞതാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ പാതകളിൽ സമർപ്പിക്കാൻ തയ്യാറായ നിങ്ങളുടെ വിഷം നിറഞ്ഞ നാവിനെ ദൈവത്തിന്റെ വായായിട്ട് മാറ്റും. നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ വായായിട്ട് മാറ്റാം. നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ വായായിട്ട് ദൈവം മാറ്റാം. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ നാവിൽ നിന്ന് ഇനി ഒരു അനാവശ്യ വാക്കുകൾ വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വഴക്കൂടാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തല്ലുകൂടാൻ പറ്റത്തില്ല. ഞാൻ പറയാം, ദൈവത്തിന് ഭയങ്കര മഹത്വം ഇന്ന് മകൾക്കാലം നിങ്ങളുടെ പേര് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ആ ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ ചെല്ലുകയാണ്. ഇത് പകൽക്കാലം ഞാൻ പറയുമ്പോൾ തന്നെ സ്വർഗ്ഗടെ ഇറങ്ങി നിൽപ്പുണ്ട്. ആ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇത് ചലിക്കുകയാണ്. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ സമയം ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗടെ ഇറങ്ങി നിൽപ്പുണ്ട്. ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി റമാശകേ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നാവിനെ, നിങ്ങളുടെ മരണകരമായ വിഷം നിറഞ്ഞ നാവിനെ ദൈവത്തിന്റെ നാവായിട്ട് മാറ്റുകയാണ്. ദൈവത്തിന്റെ നാവായിട്ട് മാറ്റുകയാണ്. ദൈവത്തിന്റെ നാവായിട്ട് മാറ്റുകയാണ്. ഇപ്പോൾ തന്നെ ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഓ റമാ ശകേ രകേ നതാ റമാ. ആ ദൈവത്തിന് ഭയങ്കര മഹത്വം, ദൈവത്തിന് ഭയങ്കര മഹത്വം. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗടെ ഇറങ്ങി നിൽപ്പുണ്ട്. ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇപ്പോൾ തന്നെ സ്വർഗ്ഗടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഒരു വേദഭാഗം വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം എടുക്കുക. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനം. യെശയ്യാ പ്രവചനം 6:6 വായിക്കുക. ഹല്ലേലൂയ. യെശയ്യാ 6. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതിന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ നാവിനെ തൊടാൻ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകനായി യെശയ്യാവിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അവൻ പ്രവാചകനാണ്. എന്നിട്ട് അവന്റെ നാവിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോയില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവൻ കാണുകയാണ്, ദർശനം കാണുകയാണ്. സ്വർഗത്തിന്റെ ഒരു ദൂതൻ കൊടിൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് തീ പിടിക്കുന്ന ഒരു സംഭവം, അതിനെ എടുത്തുകൊണ്ട് അതിൽ തീ കൊടുക്കും. കൊടിൽ കൊണ്ട് ഒരു തീക്കൽ എടുത്തുകൊണ്ട് വന്ന് അവന്റെ നാവിനെ തൊടുവിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് തൊട്ടപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ തീക്കലിന്റെ നാവിനെ തൊട്ടപ്പോൾ തന്നെ നിന്നിൽ നിന്ന് നിന്റെ അകൃത്യം നീങ്ങി പോവുകയാണ്. ഹല്ലേലൂയ. എപ്പോൾ സ്വർഗത്തിലെ തീ
അവന്റെ നാവിൽ തൊട്ടു, ആ സെക്കൻഡിൽ അവന്റെ നാവിൽ നിന്ന് സകല അകത്യങ്ങളും സകല അസഭ്യങ്ങളും അവന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോയി. അതേപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ പറയാം, നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്ത യെശയ്യാവിന്റെ നാവിനെ സ്വർഗ്ഗത്തിൽ തീ കൊണ്ട് തൊട്ടപ്പോൾ അവന്റെ നാവിൽ നിന്ന് സകല അസഭ്യങ്ങളും സകല മരണകരമായ വിഷവും നീങ്ങിപ്പോയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ നാവിൽ നിന്ന് സകല മരണകരമായ വിഷയം ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ ആ പൊടിൽ കൊണ്ട് യെശയ്യാവിന്റെ നാവിൽ ആ തീക്കനെ തൊട്ടപ്പോൾ തന്നെ അവന്റെ അകത്യം അവനിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇത് മകൾക്കാല ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയോടെ വ്യാപരിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിന്റെ കെട്ടുകൾ പൊട്ടുന്നു, നാവിന്റെ കെട്ടുകൾ പൊട്ടിമാറുകയാണ്. അനാവശ്യ സംസാരങ്ങൾ പൊട്ടുകയാണ്. നാവിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു, നിങ്ങളുടെ നാവിൽ വരുന്ന തെറികൾ മാറിപ്പോവുകയാണ്. എപ്പോഴും മറ്റുള്ള കുറ്റം പറയുന്ന നാവ് മാറുന്നു, മറ്റുള്ള കുറ്റങ്ങൾ പറയുന്ന നാവ് പറയുന്നു, മറ്റുള്ള കാര്യം സംസാരിക്കുന്ന നാവുകളുടെ കെട്ടുകൾ പൊട്ടുന്നു. ഇന്ന് മകൾക്കാരെ പ്രാർത്ഥിക്കാൻ നാവുകൊണ്ട് പറ്റത്തില്ല, നാവുകൊണ്ട് പ്രാർത്ഥിക്കാതെ കെട്ടികൾ പൊട്ടുന്നു. നിങ്ങളുടെ നാവിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. ഇന്ന് മകൾക്കാലത്ത് നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ഭക്തിയുടെ ഗ്ലോറി ഇന്ന് മകൾക്കാലത്ത് വ്യാപരിക്കുന്നു. ആ നാവിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. നിങ്ങളുടെ നാവിലേക്ക് ദൈവത്തിന് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ നാവ് മരണകരമായ വിഷം നിറഞ്ഞതാണ്. നിങ്ങളുടെ നാവ് വമ്പ് പറയുന്ന നാവാണ്. നിങ്ങളുടെ നാവ് വലിയ തീ കത്തിക്കുന്ന നാവാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നാവ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നാവാണ്. ആ നാവിലേക്ക് ദൈവത്തിന്റെ തീ, സ്വർഗ്ഗത്തിലെ തീ യെശയ്യാവിന്റെ നാവിനെ തൊടുന്നത് പോലെ ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ തീ നിങ്ങളുടെ നാവിനെ തൊടുകയാണ്. നിങ്ങളുടെ നാവിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. നാവിന്റെ കെട്ടികൾ പൊട്ടുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. നാവിന്റെ കെട്ടികൾ പൊട്ടി മാറുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. കർത്താവേ, എന്റെ നാവാണ് എല്ലാത്തിനും പ്രശ്നം. ഇന്ന് മക്കൾ നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം, നിങ്ങളുടെ നാവാണ് ഉയർച്ചയ്ക്ക് തടസ്സം, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നന്മ കയറാത്തവരെ തടയുന്നത് നിങ്ങളുടെ നാവാണ്. പിശാച് കയറുന്നത് പലപ്പോഴും നാവിലൂടെയാണ്, നിന്റെ സംസാരത്തിലൂടെയാണ് പിശാച് കയറുന്നത്. ഇന്ന് മക്കളെക്കാൾ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. കൈയിട്ട് ആരാധിക്കും. നാവിക്കെട്ടെല്ലാം കൊണ്ടുവന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി നൽകുന്നത് യേശുവിന്റെ നാമം. ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി. ഇന്ന് മക്കൾക്കാരെ വചനത്തിന്റെ ശക്തിക്കകത്ത് വ്യാപരിക്കുന്നു. വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഇന്ന് മക്കൾക്കാരെ സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. ആ നാവിന്റെ കെട്ടുകൾ പൊട്ടുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നാവിൽ നിന്ന് ബന്ധനങ്ങൾ അഴിയുന്നു. ദൈവം അങ്ങനെ കാണുന്നു. ചിലരുടെ നാവുകളിൽ നിന്ന് ബന്ധനം അഴിയുന്നു. ചിലരുടെ നാവുകൾ സർപ്പത്തിന്റെ നാവ് പോലെ ഇരിക്കുന്ന നാവുകൾ ഇന്ന് പകൽക്കാലം അഴിയപ്പെടുകയാണ്. സർപ്പത്തിന്റെ നാവുകൾ പോലെ ഇരിക്കുന്ന നാവുകൾ ഇന്ന് പകൽക്കാലം കെട്ടുകൾ അഴിയുന്നു. സർപ്പത്തിന്റെ നാവുകൾ ആരെ എപ്പോൾ കൊത്താമെന്ന് പറഞ്ഞ് നിൽക്കുന്ന നാവുകൾ ഇന്ന് മകൾക്കാരെ അഴിഞ്ഞു മാറുകയാണ്. ബന്ധങ്ങളെല്ലാം അഴിയുന്നു. ആ നാവിൽ കെട്ടിയ കെട്ടിൽ പോട്ടത് എപ്പോഴും ദേഷ്യം വരുന്ന നാവിനെ ദൈവവും
തകർക്കുകയാണ്. ദേഷ്യത്തിന്റെ സ്പിരിറ്റുകൾ അടിക്കുന്നു. ഞാൻ പറഞ്ഞോണ്ടിരിക്കാൻ വന്നത് എപ്പോഴും ദേഷ്യം മാത്രം, ദേഷ്യം മാത്രം, അനാവശ്യമായ സംസാരങ്ങൾ, അങ്ങനെയുള്ള നാവിന് ദൈവം ഇപ്പൊ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി നാവിലേക്ക്, സർപ്പത്തിന്റെ നാവ് പോലെ ഇരിക്കുന്ന നാവിന് ഇപ്പൊ തകർക്കുകയാണ്. ഇപ്പോൾ നാവിലേക്ക് ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നൽകുന്നു. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. എന്റെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇപ്പോൾ സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുത്ത് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പകൽക്കാലം ദൈവം പറയുന്നു, നിങ്ങളുടെ വായെ ദൈവത്തിന്റെ വായാക്കി ദൈവം മാറ്റും. നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ വായായിട്ട് ദൈവം മാറ്റും. നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ നാവായിട്ട് ദൈവം മാറ്റും. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചിട്ട് കർത്താവേ, എന്റെ വായ കൊണ്ട് ഞാൻ അനാവശ്യമായ ഒരു കാര്യം പറയത്തില്ല. എന്റെ നാവ് കൊണ്ട് ഞാൻ ദേഷ്യപ്പെടത്തില്ല. എന്റെ നാവ് കൊണ്ട് അനാവശ്യമായ ഒരു കാര്യം പറയത്തില്ല. എന്റെ നാവ് കൊണ്ട് ഞാൻ ദേഷ്യപ്പെടുന്നില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ നെലിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് ചലിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ മുറ്റും മടങ്ങും, എല്ലാ നാവും പാടണം. യേശു മാത്രമേ കർത്താവ്. ഇത് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. നിങ്ങളുടെ നാവിലേക്ക് ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നു. നാവിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നാവിലേക്ക് ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നു. നാവിലേക്ക് ദൈവത്തിന്റെ ശക്തി, നാവിലേക്ക് ദൈവത്തിന്റെ വചനം പറയും. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കും, ദൈവമേ എന്റെ നാവിനെ അങ്ങയുടെ നാവാക്കി മാറ്റണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു, ദൈവമേ എന്റെ നാവിനെ അങ്ങയുടെ നാവാക്കി മാറ്റണേ. ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞു, നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ നാവാക്കി ദൈവം മാറ്റിക്കണം. അമ്പ് പറയുന്ന നാവിന്, മരണകരമായ വിഷം നിറഞ്ഞ 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 നാവിന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ നാവിന് ദൈവത്തിന്റെ നാവായിട്ട് മാറ്റുന്നത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവ് എന്റെ നാവിന് ദൈവമേ നീ അങ്ങയുടെ നാവായിട്ട് മാറ്റണമേ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കും, ദൈവമേ എന്റെ നാവിനെ അങ്ങയുടെ നാവാക്കി മാറ്റണേ. എന്റെ നാവ് കൊണ്ട് പറഞ്ഞതെല്ലാം നീ ക്ഷമിക്കണമേ. ഒന്ന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചോട്, നിങ്ങളെ തന്നെ ഏൽപ്പിച്ചോട്. യേശുവിന്റെ നാമത്തിൽ വിഭാഗന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുത്തുക. ഇപ്പോൾ സ്വർഗ്ഗം ഇറങ്ങിപ്പോണ്ട്. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുക. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇത് നിങ്ങളെ തന്നെ നേരിട്ട് എല്ലാവരും കണ്ണുകളടച്ചിട്ട് പ്രാർത്ഥിക്കും. കർത്താവേ എന്റെ നാവ് കൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം നീ ക്ഷമിക്കണം. എന്റെ നാവ് കൊണ്ട് ഞാൻ തെറി വിളിച്ചിട്ടുണ്ട്, മറ്റുള്ള കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം എന്നോട് ക്ഷമിക്കണമേ. നേറ്റ് പറയാം. ഇപ്പോൾ തന്നെ ആ ഒരു മഹത്വം വെളിപ്പെടുകയാണ്. യെശയ്യാവിന്റെ നാവിനെ തൊട്ടതുപോലെ ദൈവത്തിന്റെ നാവുകളെ തൊടുകയാണ്. ഇപ്പോൾ തന്നെ യെശയ്യാവിന്റെ നാവിന് ദൈവം തൊട്ടതുപോലെ ഇപ്പോൾ തന്നെ ദൂതന്മാർ കൊടുകളുടെ തീകളുടെ നാവിനെ തൊടുകയാണ്. ഇപ്പോൾ നാവിനെ തൊടുന്നു. നാവിലേക്ക് ദൈവശക്തി ചലിക്കുന്നു. നാവിലേക്ക്
ദൈവത്തിന് ഭയങ്കര ഗ്ലോറി നൽകുന്നു. നാവിലേക്ക് ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഓ നാവിലേക്ക് ദൈവത്തിന് ഭയങ്കര ഗ്ലോറി. കർത്താവിന്റെ നാമം കൊണ്ട് ഇതുവരെ പറഞ്ഞെല്ലാവരും ക്ഷമിക്കണമേ. ഞാൻ തെറി വിളിച്ചിട്ടുണ്ട്, മറ്റുള്ള കുറ്റം പറഞ്ഞിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുണ്ട്, പലവിധമായ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കർത്താവ് അറിയാൻ ചെയ്തു പോയ എല്ലാ കുറവുകളും എന്നോട് ക്ഷമിക്കണം. എല്ലാവരും ഞാൻ പറയാം, നമ്മുടെ നാവ് കൊണ്ട് തന്നെ നമ്മളെ അനുഗ്രഹത്തെ കിട്ടാൻ പറ്റും. ഈ മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നിങ്ങൾ ബന്ധിക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ അളക്കുന്ന അളവിനാൽ നിനക്ക് അളവ് കിട്ടും. നീ അളക്കുന്ന അളവിനാൽ നിനക്ക് അളവ് കിട്ടും. നീ വിധിക്കുന്ന വിധിയാൽ നിനക്ക് വിധിച്ച് കിട്ടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വേറെ ആർക്കെങ്കിലും ഇവിടെ നാവ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അളന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നോക്കി എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തോട് വാഗ്ദാനം. നീ വേറെ ഒരാളോട് വിധിച്ചത് നിന്റെ വീട്ടിനകത്ത് തന്നെ നടക്കും. നീ വേറെ ഒരാളോട് പറഞ്ഞ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് തന്നെ നടക്കും. അങ്ങനെ മേഖലെല്ലാം പൊട്ടിമാറുകയാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം, നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് അനുഗ്രഹം വന്ന് കയറാൻ തടസ്സം നാവാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ഭയങ്കരമായി പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. താഴെ വായിക്കാമോ? എല്ലാവരും അതിന്റെ 10-ാമത്തെ വചനം വായിക്കും. മൂന്നിന്റെ 10. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എന്റെ സഹോദരന് ഇങ്ങനെ ആയിരിക്കുന്നത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നില്ല. ഇപ്പൊ നമ്മള് കിണറ്റൊരു ഊറ്റുണ്ട്, അല്ലെ? കിണറ്റിന്റെ ഊറ്റുണ്ടാവും. അപ്പൊ കിണറ്റിലുള്ള വെള്ളത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം വരും. എപ്പോഴും ഒരേ ടേസ്റ്റുള്ള വെള്ളം മാത്രമേ വരത്തുള്ളൂ. ഹല്ലേലൂയ. അതേപോലെ ദൈവം പറയുകയാണ്, ഈ വായിൽ നിന്ന് സ്തോത്രവും ശാപവും തെറിവിളികളും വരാൻ പാടില്ല. ദൈവത്തെ സ്തുതിക്കുന്ന വായിൽ നിന്ന്, അടുത്ത ഞാൻ കരഞ്ഞെടുത്ത് പറയാം, ദൈവത്തെ സ്തുതിക്കുന്ന വായിൽ നിന്ന് തെറി വിളിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, വഴക്ക് കൂടാൻ പാടില്ല, ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ടോ? സ്തോത്രം പറയുന്ന വായിൽ നിന്ന് ശാപവും അസഫ്യം ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പോ അതാണ് ഒരു ഉറവയിൽ നിന്ന് ഒരിക്കലും മധുരവും കയ്പും പുറപ്പെട്ടു വരത്തില്ല. ഒരു ഊറ്റിൽ നിന്ന് ഒരിക്കലും കയ്പും മധുരവും പുറപ്പെട്ടു വരത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നു ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. പുറത്തിറങ്ങി പോകുമ്പോൾ ബാക്കിയുള്ള സമയം തോന്നും പോലെ വായികൊണ്ട് അതും പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥന വേസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, അല്ലെ? ഞാനത് പറഞ്ഞ ഓർമ്മയുണ്ടോ? ദൈവം ഇന്നത്തെ നിങ്ങളുടെ ആരാധനയ്ക്ക് 100 മാർക്ക് എത്തിയിരുന്നു. 100 ആരാധന കാണുമ്പോൾ 100 മാർക്ക് തരും. പക്ഷെ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ ഓരോ മാർക്ക് കുറച്ച് പോകും. ഹല്ലേലൂയ. അപ്പോൾ ആരാധന മാത്രം
മാത്രം നോക്കുന്ന ദൈവമല്ല. നിങ്ങൾ ബാക്കിയുള്ള ഞായറാഴ്ച ആരാധിക്കുന്നു, ബാക്കിയുള്ള 6 ദിവസം നടക്കും കൂടെ നോക്കുന്നവരാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിങ്ങളുടെ ആരാധനയൊക്കെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഓക്കെയാണ്, നല്ല ആരാധനയാണ്. പക്ഷെ ദൈവം നോക്കുന്നത് അതല്ല. നിങ്ങളുടെ ആരാധനയ്ക്കൊപ്പം ബാക്കിയുള്ള 6 ദിവസം നിങ്ങൾ നടക്കും ദൈവം നോക്കുന്നു. മനസ്സിലായോ? ബാക്കിയുള്ള 6 ദിവസത്തെ നടപ്പും ആര് നോക്കുന്നു? ദൈവം നോക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഒരേ വായിൽ നിന്ന് ഒരിക്കലും സ്തോത്രവും ശാപവും അസഭ്യവും നിങ്ങളുടെ വായിൽ നിന്ന് വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, സ്തോത്രം പറയുന്ന വായിൽ നിന്ന് അസഭ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം. കർത്താവിന്റെ പാദത്ത് മുട്ടുമടക്കിട്ട് പറഞ്ഞ, അപ്പാ എന്റെ വായിൽ നിന്ന് അങ്ങനെ വരുന്നു, ഇനി അങ്ങനെ വരല്ലപ്പാ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ വളരണമെങ്കിൽ നമ്മുടെ നാവ് കൺട്രോൾ ആയേ പറ്റുള്ളൂ. ഞാൻ പ്രാവശ്യത്തെ കർത്താവ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ അകത്തെ മനുഷ്യൻ വളരണമെങ്കിൽ എന്തുകൂടെ നന്നായിരിക്കണം? നാവ് കൂടെ നമ്മുടെ നാക്കും കൂടെ നേരെയായാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ധാരാളം പേര് കാണാനില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ നാവിനെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. സൂക്ഷിക്കണം. നാവിന് സൂക്ഷിക്കണം. നാവിന് സൂക്ഷിക്കണം. നാവിന് ഓക്കെ. ദൈവം നമ്മൾ ധാരാളം എല്ലാവരും എണീക്കാം. ബാക്കി ഞാൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു വച്ച് ഇത് ഉള്ളിൽ കയറണം. നാവ് മരണകരമായ വിഷം നിറഞ്ഞത്. മരണകരമായ വിഷം നിറഞ്ഞത്. ഇതിന് മെരുക്കുവാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. ഇത് ചെറിയ അവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം നേരത്തെ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നാവാണ് എല്ലാത്തിനും പ്രശ്നം. ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെ നമ്മുടെ നാവ് എന്ത് ചെയ്യുന്നു? വലിയ കാടിനെ കത്തിക്കുന്നു. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഒന്ന് പറഞ്ഞ് 2 പറഞ്ഞാണ് പ്രശ്നങ്ങൾ കൂടി പോകുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ കൈ കുപ്പിക്കൊണ്ട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആരുടെ വഴക്ക് കൂടാൻ പോകുന്നു. ആരെങ്കിലും അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പോകണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ സൈഡിൽ പോകുമ്പോഴായിരിക്കാം നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ ചെവിയുണ്ട് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറ, ദൈവമേ ഇത് ഞാൻ നിന്റെ കരത്തിൽ തരുന്നു എന്ന് പറഞ്ഞിട്ട് വിടാതെ എന്ത് ചെയ്യണം? നടന്നു പോകണം. നിങ്ങളത് നീ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേടി, എന്തിനടി പറഞ്ഞു ചോദിച്ചാൽ അടികൂടാൻ നിൽക്കരുത്. മനസ്സിലാകുന്നോ? അങ്ങനെ അടികൂടിയാൽ ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹം നഷ്ടപ്പെടും. ഞാൻ ഇന്നാളെ പറഞ്ഞ പോലെ കിട്ടാൻ പോകുന്ന 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ദൈവം കൊണ്ട് ഇടാൻ വരുമ്പോഴേക്കും 1 ലക്ഷം രൂപ കൊണ്ട് ഇടാൻ വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്ത് അടികൂടാൻ പോകുന്നു. ദൈവം പറയും, വേണ്ട, ഇവർക്ക് കൊടുത്താൽ ശരിയാവും, എവിടെ ഇത് വാങ്ങിച്ചത് വേണമെങ്കിൽ അടികൂടും എന്ന് പറഞ്ഞിട്ട് ആ അനുഗ്രഹം എന്ത് ചെയ്യത്തില്ല? തരത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് കേട്ടാലും ഒന്ന് കേൾക്കാത്ത പോലെ നടക്കണം. നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. ഇതിന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു കുതിരയെ ഒരു കല്യാണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വലിയ കുതിരയാണല്ലേ നമ്മളെ നിയന്ത്രിക്കുന്ന ഈ അതിന്റെ പുറത്തിരിക്കുന്ന ആളിന്റെ കൈ ഒരു കയറിന്റെ പുറത്താണ് നിയന്ത്രിക്കുന്നത്. ഇവിടെ പിടിച്ചെഴുതി നിൽക്കും. അതിന്റെ മുഖത്തൊരു കടിഞ്ഞാണിട്ടുണ്ട്. ആ കയറി പിടിച്ചെഴുതി എത്ര ചാടുന്ന കുതിരയാണെങ്കിൽ അവിടെ ഇറങ്ങി നിൽക്കും. അടുത്ത് പറഞ്ഞ വലിയ കപ്പല് അതിന് നിയന്ത്രിക്കുന്ന ചെറിയൊരു നഗരം. ഇത്തരമുള്ള നമ്പൂരാണ് വലിയ കപ്പൽ. ഈ ബിൽഡിങ്ങിനെക്കാട്ടി 7 മടങ്ങ് 10 മടങ്ങുള്ള കപ്പലൊക്കെ നിയന്ത്രിക്കുന്നത് ചെറിയതാണ്. ഈ ബക്കറ്റ് പോലെ ഇട്ട് സാധനം കൊണ്ട് എന്ത് ചെയ്യും? കടലിൽ ഇടുമ്പോ അത് അവിടെ നിൽക്കും. അപ്പൊ ഈ നാവിന് എന്ത് ചെയ്യാൻ പറ്റും? നാവ് ചെറിയ സംഭവം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നിയന്ത്രിക്കാൻ കഴിയുന്നവൻ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇന്ന് പകലിക്കാലം നിങ്ങളുടെ നാവിനെ അവന്റെ കരത്തിൽ കൊടുത്താൽ നിങ്ങളുടെ ലെവലുകൾ മാറും. നിങ്ങളുടെ ഭവൻ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഭവൻ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം ഇതാണ്. മനസ്സിലാവുന്നു?
ഇന്ന് സംസാരം കൊണ്ടാണ് വീട്ടിൻ്റെ അകത്ത് വരേണ്ട പല അനുഗ്രഹങ്ങളും വരാതെ പോകുന്നത്. അന്വേഷണത്തെ കേൾക്കാൻ വന്ന് അന്വേഷണം കേൾക്കാൻ ഹാലലിയ ഇന്ന് പകൽക്കാലം കൃഷ്ണൻ നമ്മുടെ നാവിന് എന്ത് ചെയ്യണം? നമ്മുടെ നാവിനെ നീ അടുത്ത് ഞാൻ ഒന്നുകൂടെ കരം കൊടുത്ത് പറ, വാ തുറക്കൽ എന്ന് പറ, വാ തുറക്കൽ. ഇത് ആഹാരം കഴിക്കുമ്പോൾ മാത്രമേ വാ തുറക്കാം, വല്ല ചുമ്മാ വാ തുറക്കരുത്, വാ തുറക്കരുത്. അല്ല ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മൾ വാ തുറക്കരുത്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ വാ അധികമായിട്ട് തുറക്കുന്നത് കൊണ്ടാണ് വീട്ടിൻ്റെ അകത്ത് കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും കയറി വരുന്നത്. ഒന്ന് മനസ്സിലാക്കുക. അയൽവാസി തിരിച്ചറിയണം, സത്യമാണ്. അയൽവാസിയുടെ വഴക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പുറം ഇപ്പുറം കുറ്റം കണ്ടുപിടിക്കാൻ പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിന്റെ പ്രശ്നം മാറാത്തത്. മനസ്സിലായോ? എന്ത് കണ്ടാലും കേട്ടാലും ഒന്നുമില്ലെന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്റെ നാവിനെ നിന്റെ നാവായിട്ട് മാറ്റണം. ഇന്ന് മുതൽ ഞായറാഴ്ച വരെ പ്രാർത്ഥിക്കുന്നു. ബാക്കി ഞായറാഴ്ച പ്രസംഗിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ നാവായി മാറ്റാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പാ, എന്റെ നാവിനെ നിന്റെ നാവായിട്ട് നീ മാറ്റണം. ഒന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എന്റെ നാവിനെ നിന്റെ നാവായിട്ട് മാറ്റണമേ. അപ്പാ, എന്റെ നാവിനെ നിന്റെ നാവായിട്ട് മാറ്റണേ. യേശുവേ, എന്റെ നാവിനെ നിന്റെ നാവായിട്ട് മാറ്റണേ. കർത്താവേ, ഞാനവരെ യേശുവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടപ്പ. കർത്താവിന്റെ നാമത്തിൽ ഞാനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാനവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ഞാനവരെ അനുഗ്രഹിക്കുന്നപ്പ. ഇപ്പോൾ ഇവിടെ നാവുകൾ അങ്ങയുടെ നാവായിട്ട് മാറട്ടെ. ഇപ്പോൾ ഇവിടെ നാവുകൾ അങ്ങയുടെ നാവായിട്ട് മാറട്ടെ. ഇപ്പോൾ ഇവിടെ നാവുകൾ അങ്ങയുടെ നാവായിട്ട് മാറട്ടെ. ഇപ്പോൾ തന്നെ എവിടെ നാവുകൾ അങ്ങയുടെ നാവായിട്ട് മാറട്ടെ. ഇപ്പോൾ തന്നെ ഈ നാവുകളുടെ ദൈവത്തിന് ഭയങ്കര മഹത്വം വെളിപ്പെടുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ നാവുകളുടെ കെട്ടുകൾ പൊട്ടിയ വായിച്ച് തുറന്ന് പറ, ഇന്ന നാവിന് ദൈവമേ അങ്ങയുടെ നാവാക്കി മാറ്റണേ. എനിക്ക് ഈ സാത്താന്റെ നാവ് വേണ്ട. എനിക്ക് അങ്ങയുടെ നാവ് മതി. പറ, ഈ നാവിനെ നോക്കി പറ, എനിക്ക് ഈ നാവ് വേണ്ട. എനിക്ക് ദൈവത്തിന്റെ നാവ് മതി. കർത്താവേ, ഈ നാവ് എനിക്ക് വേണ്ട. ഇത് സാത്താന്റെ നാവാണ്. ഈ നാവ് എനിക്ക് വേണ്ട. എനിക്ക് അങ്ങയുടെ നാവ് മതി. കർത്താവേ, ഒന്ന് പ്രാർത്ഥിക്കും. അപ്പാ, യേശുവേ, അപ്പാ, എന്റെ നാവിനെ അങ്ങയുടെ നാവായിട്ട് മാറ്റണേ. ഇപ്പോൾ കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പാ. ഇത് പകൽക്കാലം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നതിനായി നന്ദി. ഇത് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ നാവിന് ദൈവത്തിന്റെ നാവായിട്ട് മാറ്റുകയാണ്. അത് ഭയങ്കര ഗ്ലോറി ഇപ്പോൾ തന്നെ കർത്താവ് ചെയ്യും. ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, നീ പത്തോളിക അത് തോന്നുന്നു. ടച്ച് ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കരമായി സ്വീകരിച്ചു. അത് ഏറ്റെടുത്തു. ഇപ്പോൾ തന്നെ യേശു നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ നാവായിട്ട് മാറ്റിക്കും. അത് ഏറ്റെടുത്ത് സ്വീകരിച്ചു. Receive the Holy Spirit power. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടും. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഭയങ്കരമായി ദൈവമുഖത്തോട് വെളിപ്പെടുകയാണ്. ഇപ്പോൾ നാവിനെ കർത്താവ് തൊടുന്നു. കർത്താവ് ഇപ്പോൾ തന്നെ
ഒന്നൊന്ന് സൈലന്റ് ആയിട്ട് പ്രാർത്ഥിക്കാം. അപ്പാ, എൻ്റെ നാവിനെ അങ്ങയുടെ നാവാക്കി മാറ്റണമേ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ബോധം നിങ്ങളുടെ നാവിലേക്ക് വ്യാപരിക്കുന്നു. നിങ്ങളുടെ നാവിലേക്ക് വ്യാപരിക്കുന്നു. നിങ്ങളുടെ നാവിലേക്ക് വ്യാപരിക്കുന്നു. നിങ്ങളുടെ നാവിലേക്ക് വ്യാപരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ നാവിലേക്ക് വ്യാപരിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമം കർത്താവ് തൊടുന്നു. കർത്താവ് തൊടുന്നു. ഇപ്പോൾ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ബോധനത്തിന് വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ നാവിനെ തൊടുന്നു. ദൈവത്തിന്റെ നാവിനെ തൊടുന്നു. വിഭവത്തിനെ തൊടുന്നു. ദൈവത്തിന്റെ നാവിനെ തൊടുന്നു. വിഭവത്തിനെ തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നാവിനെ തൊടുന്നു. നാവിനെ ദൈവത്തിന്റെ നാവായിട്ട് മാറ്റുന്നു. നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ നാവായിട്ട് മാറ്റുകയാണ്. നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ നാവായിട്ട് മാറ്റുകയാണ്. ദൈവം നിങ്ങളുടെ നാവിനെ ദൈവത്തിന്റെ നാവായിട്ട് മാറ്റുന്നു. ഇപ്പോൾ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കുന്നു. ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കട്ടെ. അതിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കട്ടെ. ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കട്ടെ. ദൈവത്തിന് ഭയങ്കര മഹത്വം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം ഭയങ്കര മഹത്വം ഇപ്പോൾ തൊടുക. ആ ദൈവത്തിന്റെ കരസ്പർശം ഇപ്പോൾ നിങ്ങളുടെ മേലെ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ കരസ്പർശം ഇപ്പോൾ നിങ്ങളുടെ മേലെ വ്യാപരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കരസ്പർശം നിങ്ങളുടെ മേലെ വ്യാപരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കരസ്പർശം നിങ്ങളുടെ മേലെ വ്യാപരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കരസ്പർശം നിങ്ങളുടെ മേലെ വ്യാപരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നീ പൊട്ടതിനെ കർത്താവെ ഞാനവരെ ബ്ലസ് ചെയ്തപ്പ. കർത്താവെ ഞാനവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ ബോധനവരെ അനുഗ്രഹിച്ചതിനെ, ഇവിടെ നാവിനെ കർത്താവിന്റെ നാവാൽ കർത്താവിനെ ഏറ്റെടുത്തതിനെ, ഇപ്പോൾ നാവിന്റെ കെട്ടെല്ലാം പൊട്ടുന്നതാ. നാവിന്റെ കെട്ടെല്ലാം പൊട്ടി മാറും. നാവിന്റെ കെട്ടെല്ലാം പൊട്ടി മാറും. കെട്ടെല്ലാം പൊട്ടി മാറുന്നു. പൊട്ടുന്നു. നാവിന്റെ കെട്ടെല്ലാം പൊട്ടുന്നു. ഇത് നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു അനാവശ്യ വാക്കുകൾ വരത്തില്ല. നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു അസഭ്യം വരത്തില്ല. നിങ്ങളുടെ നാവിൽ നിന്ന് വഴക്ക് കൂടാൻ വരത്തില്ല. ആ ഒരു മേഖല പൊട്ടി മാറിക്കണം. ആ ഒരു മേഖല പൊട്ടുന്നു. ആ ഒരു മേഖല പൊട്ടുന്നു. യേശുവിന്റെ നാമം ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ അവരെല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നടുവേദന പാർക്കുന്നുണ്ടോ? നല്ല നടുവേദന ഓടി കർത്താവ് ഇപ്പോൾ നടുവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇപ്പോൾ നടുവിന്റെ എല്ലാ കെട്ടുകളും ഞാൻ പൊട്ടിക്കുന്നു. നടുവിലേക്ക് ദൈവശക്തി വ്യാപനം ബോധന സ്വർഗത്തിൽ ഇറങ്ങി വന്നതിനായി നടുവിൽ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഒരു സ്ഥലം കംപ്ലീറ്റ് ഇപ്പോൾ വിട്ടുമാറും. ഫ്രീ ആവാൻ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാം നടുവേദന വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആദ്യം അനുഗ്രഹിക്കുന്നു. എല്ലാ നടുവേദന ഇപ്പോൾ ഞാൻ പൊട്ടിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടും. ഇപ്പോൾ തന്നെ ദൈവം ഭയങ്കര മഹത്വം ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഭയങ്കരമായ ദൈവമഹത്വം വെളിപ്പെട്ട് വരണം. നടുവിനെല്ലാം കെട്ടുകളെ പൊട്ടിക്കുന്നു. ഫോദർ ഫ്രീ ആവട്ടെ. നടുവിൻ്റെ എല്ലാ കെട്ടുകളും പോട്ടെ. ഫ്രീ ആവട്ടെ. നടുവിൻ്റെ എല്ലാ കെട്ടും പോട്ടെ. ഫ്രീ ആവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ചെയ്തതിനെ നന്ദി. ഇപ്പോൾ തന്നെ യേശുവിനെ അനുഗ്രഹിച്ച് നടുവിൻ്റെ എല്ലാ പ്രശ്നവും വിട്ടുമാറട്ടെ. നടുവിൻ്റെ കെട്ടെല്ലാം പൊട്ടട്ടെ. നടുവിൻ്റെ കെട്ടെല്ലാം പൊട്ടട്ടെ. ഇപ്പോൾ തന്നെ ഫ്രീ ആവട്ടെ. യേശുവിൻ്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. തൊട്ടതിനായി നന്ദി. ഇപ്പോൾ തൊട്ടതിനായി നന്ദി. ഇപ്പോൾ തന്നെ നടുവിൻ്റെ എല്ലാ പ്രശ്നവും വിട്ടുമാറട്ടെ. ഫ്രീ ആവട്ടെ. ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കിയാണ് നന്ദി. ഈ കട ക്രിസ്തു അനുഗ്രഹിക്കുന്ന നടുവിൽ എല്ലാ പ്രശ്നം വിജയമാറും. ഫ്രീ ആവാൻ കൽപ്പിക്കും.
നടുവിലേക്ക് ദൈവശക്തി വ്യാപനം. കർത്താവ് ഇപ്പോൾ തന്നെ നീ തൊട്ട് സൗഖ്യമാക്കരുത്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. രാത്രി ഉറങ്ങാൻ പറ്റാത്തവന്ന് കരുതി പിടിക്കുക. രാത്രി കിടന്നിട്ട് ഉറക്കമില്ലാത്തവർക്ക് കർത്താവ് ഇപ്പോൾ നിന്ന് എണീപ്പിക്കും. ഇപ്പോൾ തന്നെ ഓടിക്കൂടി ഫ്രണ്ടിലോട്ട് വരാൻ ഇപ്പോൾ തന്നെ കർത്താവ് രാത്രികളെ ഉറങ്ങാൻ പറ്റാത്ത മേഖല പൊട്ടിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ രാത്രി ഉറക്കമില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. കർത്താവ് ഇപ്പോൾ തന്നെ നീ അവരെ തുടരണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വിഭാഗത്തിന് ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടും. പറഞ്ഞിട്ട് വന്നിട്ട് ഈ ആഹാരം കഴിക്കാൻ പറ്റാത്തവന്ന് കയറി പിടിക്കും. ആഹാരം കഴിക്കുന്ന ആഹാരം കഴിക്കാൻ പറ്റാത്ത നേരം പൊട്ടും. ഇപ്പോൾ ആഹാരം കഴിക്കുന്നത് ഇപ്പോൾ തന്നെ കർത്താവ് നേരെല്ലാം ഞാൻ പൊട്ടിക്കുന്നു. ഇപ്പോൾ തന്നെ രാത്രി നല്ല ഉറക്കത്തെ കൊടുക്കും, നല്ല ഉറക്കത്തെ കൊടുക്കും. യേശുവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് ഭയങ്കര സൗഖ്യം വെളിപ്പെടും. രാത്രി സുഖമായിട്ട് ഉറങ്ങട്ടെ. അപ്പം കർത്താവിന്റെ തുടങ്ങി രാത്രി സുഖമായിട്ട് ഉറങ്ങട്ടെ. ഇപ്പോൾ എല്ലാ ടെൻഷനും വിട്ടുമാറണം. രാത്രി സുഖമായിട്ട് ഉറങ്ങട്ടെ. അതിന് പറഞ്ഞത് അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയ അതിന്റെ സകല ചിന്താകുലവും അവന്റെ വിട്ടുകൊണ്ട് പോകുന്ന എല്ലാ ചിന്താകുലങ്ങളും വിട്ടുമാറണം. ടെൻഷൻ മാറിപ്പോട്ടെ. യേശുവിനാഥൻ പിതാവേ, കർത്താവിയുടെ രാത്രി സുഖമായിട്ട് ഉറങ്ങണം. ആഹാരം കഴിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം വിട്ടുമാറണം. ആഹാരം കഴിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം മാറി ഇപ്പോൾ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു ഫ്രീ ആവും. യേശുവിനാഥൻ പിതാവേ, ഞാൻ അനുഗ്രഹിക്കുന്നു. രാത്രി സുഖമായിട്ട് ഉറക്കട്ടെ. ഉറക്കില്ലാത്ത അവസ്ഥയെല്ലാം വിട്ടുമാറാൻ കൽപ്പിക്കണം. കർത്താവ് തുടരണം. ഇപ്പോൾ രാത്രി സുഖമായിട്ട് ഉറങ്ങണം. എല്ലാ അസ്വസ്ഥ വിട്ടുമാറണം. ഇപ്പോൾ തുടർന്ന് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു. രാത്രി സുഖമായിട്ട് ഉറങ്ങണം. കർത്താവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് സുഖമായിട്ട് ഉറങ്ങട്ടെ. ഫ്രീ ആവട്ടെ. നമ്മുടെ ഉറങ്ങട്ടെ. ഫ്രീ ആവട്ടെ. യേശുവിനെ നാം ബ്ലസ് ചെയ്തു. ഫ്രീ ആവട്ടെ. ഇപ്പോൾ തന്നെ കർത്താവെ ഈ ബ്ലസ് ചെയ്യണം. ഉറങ്ങുന്നില്ല കർത്താവ് രാത്രി സുഖമായിട്ട് ഉറങ്ങണം. യേശുവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു. ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണം. അത് സുഖമായിട്ട് ഉറങ്ങണം. യേശുവിനാഥൻ ബ്ലസ് ചെയ്തു. അനുഗ്രഹിക്കുന്നു. കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ അത്ഭുത കാര്യം ചെയ്യുന്നു. സ്വർഗത്തിന്റെ മൻകാര്യം വെച്ച് രാത്രി സുഖം ഉറങ്ങട്ടെ. ഓരോ അശ്വസത്തോടെ ശക്തിയുടെ വിലക്കരത്തിൽ യേശുവിനാഥൻ പിതാവേ അനുഗ്രഹിക്കുന്നു. അത് സുഖമായിട്ട് ഉറങ്ങട്ടെ. എല്ലാ ടെൻഷനും വിട്ടുമാറും. ടെൻഷനെല്ലാം മാറാൻ കൽപ്പിക്കുന്നു. മാറി ഫ്രീ ആകാം. അത് സുഖമായിട്ട് ഉറങ്ങണം. യേശുവിനാഥൻ പിതാവേ കർത്താവ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ടെൻഷനെല്ലാം വിട്ടുമാറും. അത് സുഖമായിട്ട് ഉറങ്ങട്ടെ. എല്ലാ ടെൻഷനും മാറും. ചിന്തകളെല്ലാം വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര ചെയ്തതിന് സ്തോത്രം. അനുഗ്രഹിക്കുന്ന ബോധം എല്ലാ ടെൻഷനും മാറും. രാത്രി സുഖമായിട്ട് ഉറങ്ങണം. യേശുവിന്റെ ബോധം ഇപ്പോൾ രാത്രി സുഖമായിട്ട് ഇപ്പോൾ എല്ലാം വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ചെയ്തതിന് എല്ലാ ടെൻഷനും വിട്ടുമാറാൻ. സ്കാനിങ് റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു കുഴപ്പമില്ല പറയും. കർത്താവേ സ്കാനിങ് എടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പറയട്ടെ. തൊട്ടതിനാൽ മുടൽ അപ്രത്യക്ഷമാക്കുന്നത് യേശുവിൻ നാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. തോന്നുന്നു അനുഗ്രഹിക്കും. രാത്രി സുഖമായിട്ട് ഉറങ്ങണം. ഓരോ അസ്വസ്ഥപ്പെടും. യേശുവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തെന്നാണ് എല്ലാ അസ്വസ്ഥ വിട്ടുമാറാൻ ടെൻഷനെല്ലാം മാറട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര വയ്ക്കുന്നു. അപ്പോൾ അത് ചെയ്തെന്നാണ് യേശുവിനാഥൻ പിതാവേ അനുഗ്രഹിക്കുന്ന രാത്രി സുഖമായിട്ട് ഉറങ്ങണം. എല്ലാ അസ്വസ്ഥ ടെൻഷനെ വിട്ടുമാറട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വയ്ക്കുന്നു. കർത്താവ് ചെയ്തെന്നാണ് യേശുവിൻ നാമം ബോധം കർത്താവ് ബ്ലസ് ചെയ്ത് കർത്താവ് ചെയ്തെന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങണം. ഒരു അസ്വസ്ഥത്തോടെ യേശുവിനാഥൻ പിതാവേ കർത്താവ് അതിന്റെ ബ്ലസ് ചെയ്ത് രാത്രി സുഖമായിട്ട് ഉറങ്ങട്ടെ. എല്ലാ ടെൻഷനും വിട്ടുമാറും. ഫ്രീ ആവും. യേശുവിൻ നാം അനുഗ്രഹിച്ചു കാണുന്നത് കടലാണ് നിറച്ചു നീരുമായിട്ട് മടങ്ങുകയാണ്. യേശുവിൻ നാമം പിതാവേ അനുഗ്രഹിക്കുന്നത്. അത് സുഖമായിട്ട് ഉറങ്ങണം. നല്ല ആഹാരം കഴിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം വിട്ടുമാറും. അപ്പോൾ ഫ്രീ ആണ്. ഞാൻ ആഹാരം കഴിക്കുന്ന എല്ലാ കെട്ടുകളും ബുദ്ധിമുട്ട് ഭയങ്കരമായ ദൈവമെന്ന് വെളിപ്പെടുകയാണ്. വയറിലേക്ക് ദൈവശക്തിക്കും ആഹാരങ്ങൾ എല്ലാ ബുദ്ധിമുട്ടും വിട്ടുമാറാൻ തൊടുക. യേശുവിന്റെ നാമത്തെ ബ്ലസ് ചെയ്യും. അനുഗ്രഹിച്ചു എല്ലാ ടെൻഷൻ മാറട്ടെ. സുഖമായിട്ട് ഉറങ്ങണം. ഓരോ അസ്വസ്ഥത്തോടെ നല്ലവണ്ണം ആഹാരം കഴിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം മാറണം. ആഹാരം കഴിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും മാറണം. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വയ്ക്കും. അത്ഭുതക്കാരുടെ വ്യാപനം യേശുവിനാഥൻ പിതാവേ പ്രാർത്ഥിക്കുന്നു. എല്ലാ ടെൻഷനും അതിനകത്ത് സുഖമായിട്ട് ഉറങ്ങണം. ആഹാരം കഴിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം വിട്ടുമാറും. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര ചെയ്തത് നന്ദി. യേശുവിനാഥൻ പിതാവേ ആശീർവാദം. കർത്താവ് യേശുവിന്റെ കൃപയും
പിതാവിന്റെ പരിശുദ്ധ സംസർഗ കൂട്ടത്തിലേക്ക് നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ, God bless you. ദൈവം ധാരാളം